ഫിഡൽ കാസ്ട്രോ പതുക്കെ എണീറ്റ് പറഞ്ഞൊരു കാര്യം, ഞാൻ വീഴുന്ന പടമായിരിക്കും നാളത്തെ മിക്കവാറും ലോകത്തിലെ എല്ലാ പത്രത്തിലും ഒന്നാം പേജിൽ വരിക എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ചിത്രത്തിലൂടെ തന്നെ ഫിഡൽ കാസ്ട്രോ എന്നൊരു വ്യക്തിക്ക്, ഒന്നൊരു ഭരണാധികാരിക്ക് എന്തുമാത്രം ജനപിന്തുണയുണ്ടെന്നുള്ളത് മനസ്സിലായി. കാരണം ആ വേദിയിൽ തന്നെ പലരും കരയുന്ന, കൂടി നിന്ന ജനങ്ങൾ പലരും കരയുന്ന, അയ്യോ ഞങ്ങളുടെ നേതാവിന് എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് കരയുന്ന ചിത്രവും അതിനോടനുബന്ധിച്ച് പല പത്രങ്ങളിലും കണ്ടു. ഇവൻ ദൃശ്യമാധ്യമങ്ങളിലും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് അത് കാണിക്കുക പോലും ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ചിത്രത്തിലൂടെയാണ് പലപ്പോഴും ഒരു വ്യക്തിയുടെ പ്രഭാവം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറുള്ളത്. അദ്ദേഹം ഒന്ന് വീഴാൻ കാത്തിരിക്കുന്ന ചില നേതാക്കളെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസക്തി. ഞാനൊന്ന് വീഴുന്ന ചിത്രം ഉണ്ട്, അതെങ്കിലും കണ്ടവർ സന്തോഷിക്കട്ടെ എന്നുള്ളതാണ്. അതെ, അദ്ദേഹം വീണില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏതായാലും പൊൻപുലരിയിലെ അടുത്ത പരിപാടി പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറുടെ അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതാണ് വ്യൂ പോയിന്റ്. നിശ്ചലമാക്കപ്പെടുന്ന ദൃശ്യങ്ങളുടെ ആശയ സംവേദനമാണ് ഒരു പ്രസ് ഫോട്ടോഗ്രാഫർ നേരിടുന്ന വെല്ലുവിളി. കാഴ്ചക്കാരുടെ മനസ്സുകളിലേക്ക് കടന്നു ചെല്ലുന്ന നിരവധി ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പകർത്തിയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ് അരുൺ പുനലൂർ. മാതൃഭൂമി ദിനപത്രത്തിലുൾപ്പെടെ നിരവധി മാഗസിനുകളിൽ പ്രശംസനീയമായ ചിത്രങ്ങൾ ഇതിനകം സൃഷ്ടിച്ചു കഴിഞ്ഞ അരുൺ പുനലൂരാണ് ഇന്നത്തെ വ്യൂ പോയിന്റിൽ നമ്മോട് സംസാരിക്കുന്നത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ശരിക്കും നമുക്ക് ഇതിനകത്ത് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ശരിക്കും അതിൻ്റെ ഒരു ശരിയായ ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത്രത്തോളം ഒന്നും നമുക്കത് വാങ്ങിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊന്നും നമുക്കില്ലാതുണ്ട്. എങ്കിലും ചെറിയൊരു ടെലി ആണ് ശരിക്കും പറഞ്ഞാൽ വൈൽഡ് ലൈഫിന് വേണ്ടി നമ്മൾ കുറച്ച് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് ശരിക്കും ആ ഒരു ടെലി കൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിക്കുള്ള പടങ്ങളൊന്നും കിട്ടണം എന്നില്ല. എങ്കിലും അങ്ങനെ വളരെ യാദൃച്ഛികമായി കിട്ടിയ ചിത്രമാണിത്. അച്ചൻകോവിലിൽ വെച്ച് അവിടെ ഒരു മലയണ്ണൻ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ഫ്ലൈ ചെയ്യുന്നൊരു ചിത്രം. ഇതും ഒരു 1.5 മണിക്കൂർ പ്രയത്നം ഉണ്ടായിരുന്നു. കാര്യം ഈ മലയണ്ണൻ്റെ പുറവെ കുറേയേറെ പോയി ഒരു 1.5 റോളോളം എക്സ്പോസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചിത്രം എടുക്കാൻ കിട്ടിയത്. ഈ ചിത്രത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചു. ശ്രീനാരായണ സ്റ്റഡി സർക്കിൾ സംസ്ഥാന തലത്തിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു. വന്യവേഗം എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ ഈ മരങ്ങൾ വെട്ടിമുറിച്ച് മാറ്റുന്നത്. ഈ മരങ്ങൾ ഒക്കെ ഇല്ലാതായി കഴിയുമ്പോഴത്തേന് നമ്മുടെ മഴ കുറയും. അതുപോലെ തന്നെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വളരെയേറെ വ്യതിയാനങ്ങൾ ഉണ്ടാവും. അപ്പം അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷികൾ, നമ്മൾ ശരിക്കും മരങ്ങൾ വെട്ടി മാറ്റുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നേയില്ല. കാര്യം പക്ഷികൾക്ക് ചേക്കാറാനുള്ള ഒരേക ആശ്രയം വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങളാണ്. അപ്പോൾ ഈ മരങ്ങളെല്ലാം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷികൾക്ക് ചേക്കാറാനുള്ള അവരുടെ സ്വന്തം ആവാസ വ്യവസ്ഥകൾ നഷ്ടമാവും. അപ്പം പിന്നീട് അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാലാന്തരത്തിൽ ഈ പക്ഷികൾ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥകളിലേക്ക് കടന്നു കയറുകയും അപ്പോൾ അവിടെ കൂട് നിർമ്മിക്കാനും അവിടെ പെറ്റുവരുകാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് പൊരുത്തപ്പെടേണ്ടി വരും. അതൊരു വലിയൊരു ദുരന്താവസ്ഥയാണ്. അത്തരത്തിൽ വളരെ അപൂർവമായൊരു ചിത്രം എനിക്ക് ലഭിക്കുകയുണ്ടായി പുനലൂരിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ട്യൂഷൻ സെൻ്ററിൽ. അപ്പോൾ അവിടുത്തെ സാറാണ് എന്നെ ഈ ഒരു വിവരം അറിയിച്ചത്. അപ്പോൾ അവിടെ ഒരു ഭിത്തിയിൽ വെച്ചിരുന്ന ഒരു ഫാനിൻ്റെ മണ്ടയിൽ ഒരു പക്ഷി കുടുംബം വന്ന് കൂട് വെച്ചു എന്ന് അദ്ദേഹം വിളിച്ചു പറയും. അപ്പോൾ അത് മുട്ടയിട്ട് ഇരിക്കുന്നൊരവസ്ഥയിലാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. അങ്ങനെ ഞാൻ ആദ്യം അവിടെ ചെന്ന് ഈ സംഭവം കണ്ടു. അപ്പോൾ പിറ്റേന്ന് ആ ചിത്രം എടുക്കാനുള്ള സെറ്റിങ്സുമായിട്ട് വരാമെന്നുള്ള ഒരു ധാരണയിൽ പൂരിയുണ്ടായി.
പക്ഷേ പിറ്റേന്ന് ചെന്നപ്പോൾ വളരെ ദയനീയമായ ഒരു കാഴ്ച ഉണ്ടായ കുട്ടികളിലാരോ ആ പാൻ പിടിച്ച് തിരിച്ച് അങ്ങനെ ഈ മുട്ട എല്ലാം താഴെ വീണുടഞ്ഞു പോയി. അപ്പോൾ പിന്നീട് ആ കിളി ആ വഴിക്ക് വന്നതുമില്ല. പിന്നീട് ഏറെക്കാലത്തിന് ശേഷം അങ്ങനെയും വീണ്ടും എന്നെ ഈ സാറ് വിളിച്ച് പറയുന്നു വീണ്ടും ഈ കിളി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഫാനിൽ വന്ന് ഇങ്ങനെ കൂട് വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ കൂട് വെച്ച കാലം മുതൽ ഞങ്ങൾ ഇതിനെ ഇങ്ങനെ വാച്ച് ചെയ്യും, മിക്കപ്പോഴും പോവുകയും അതിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കുകയും അവിടെ ആ ക്ലാസ് റൂമിൽ കുറേയേറെ സമയം ഞാൻ ചിലവഴിക്കുകയും അപ്പോൾ ഈ തള്ളപ്പക്ഷിയും ഒക്കെ ആയിട്ട് നമ്മളൊരു ഒരു 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 താതാത്മ്യം പ്രാപിക്കുകയും അപ്പോൾ ഒരു ഇണക്കമായി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിലും ഈ തള്ളപ്പക്ഷി കടന്നു വരികയും മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞൊരു ദിവസം ഞാൻ ഫ്ലാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടാണ് അങ്ങനെ ഒരു നമുക്ക് ചിത്രം എടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 6-7 മാസക്കാലം വളരെയേറെ കാത്തിരുന്ന് കിട്ടിയൊരു നല്ലൊരു ചിത്രമായിരുന്നു ഇത്. കുടിവെള്ളം എന്നുള്ളത് വളരെ വലിയ ഒരു അമൂല്യ സമ്പത്താണ് നമുക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ മലയാളികൾ മാത്രമേ ഉള്ളൂ ഈ കുടിവെള്ളത്തിന് യാതൊരു പ്രാധാന്യം കൽപ്പിക്കാത്തത്. ഈ ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോവുകയാണെങ്കിൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് ജനം വളരെയേറെ പാടുപെടുന്നൊരവസ്ഥയും, അതായത് കിലോമീറ്ററുകൾ നടന്നുപോയി കുടങ്ങളിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ ആഴ്ചകളോളം കാത്തു നിന്ന് ഒരു കുടം വെള്ളം എടുക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണുള്ളത്. ശരിക്കും നമ്മുടെ നാട്ടിൽ ശരിക്കും മഴയും എല്ലാ കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് നമ്മൾ അതിന് വലിയൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നോക്കി, ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ വരികയും അവർ നമ്മളുടെ നദികളും കുളങ്ങളും ഭൂഗർഭ ജലവും ഒക്കെ വിലയ്ക്ക് വാങ്ങുകയും അത് ദുരുപയോഗം ചെയ്യുകയും ചൂഷണം ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ആ പ്രദേശത്തുള്ളവർ ശരിക്കും ഇപ്പോഴാണ് കുടിവെള്ളത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കി വരുന്നുള്ളൂ.